നമുക്ക് ഇന്നൊരു ബീഫ് ഒലത്താട്ടോ. അപ്പം ഇനി നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് എണ്ണ നമുക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇടാം. കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. തേങ്ങ മൂത്ത് വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വെള്ളം ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അരപ്പ് തിളപ്പിക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വരണ്ടാൽ നമ്മുടെ കറി നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല വൃത്തിയായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് വേഗം വളിച്ചൊന്നും പോയില്ല. കാരണം ഇതിനകത്ത് മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. മറ്റുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. വെള്ളം ഇപ്പം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ആക്കണം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നുന്നില്ലേ? അപ്പം നമുക്ക് ചെറിയ അപ്പത്തിനൊക്കെ ആണെങ്കിൽ നമുക്കിതിങ്ങനെ കൂട്ടാൻ പറ്റും. ചോറിനോ കപ്പയ്ക്കോ ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.